ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്തു. ദേവസ്വം ബോർഡ് മുൻ അംഗം അജികുമാർ, തിരുവാഭരണ കമ്മീഷണർ ഉൾപ്പെടെയുള്ളവരെയും ചോദ്യം ചെയ്തു. 2025 ദ്വാരപാലക ശില്പപാളികൾ സ്വർണം പൂശാൻ കൊണ്ടുപോയതിലെ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ചോദ്യം ചെയ്യൽ. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നത്. ഷഫീദ്, ഇപ്പോഴേക്ക് കുറ്റപത്രം സമർപ്പിക്കും എന്നതാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനമായി ഉയരുന്ന ചോദ്യം. ഈ അന്വേഷണങ്ങൾ അതിന്റെ ഭാഗമാണെന്നാണ് കരുതുന്നത്. എന്താണ് SITയുടെ നീക്കങ്ങൾ? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുമെന്നുള്ള കാര്യം ഇപ്പോഴും SIT ഒരു വ്യക്തമായ മറുപടി ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നില്ല. അവർ പറയുന്നത് ഇവിടെ നിന്ന് ശേഖരിച്ചയച്ച സാമ്പിളുകൾ അത് ജംഷഡ്പൂരിലെ ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിൽ പരിശോധന നടത്തുക, അതിന്റെ ഫലം ലഭിച്ച ശേഷം കുറ്റപത്രം എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ വീണ്ടും ഈ അന്വേഷണത്തിന് ജീവൻ വെച്ച സാഹചര്യം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും പ്രശാന്തിനൊപ്പം അംഗമായിരുന്ന അജികുമാറിനെയും ഇന്നലെ വീണ്ടും ചോദ്യം ചെയ്തതാണ്. ഇത് 3ാം തവണയാണ് ഇരുവരെയും ചോദ്യം ചെയ്യുന്നത്. ഈ പ്രശാന്ത് പ്രസിഡന്റ് ആയിരുന്ന 2025 സെപ്റ്റംബർ 8-നാണ് അവസാനമായി ദ്വാരപാലക ശില്പപാളികൾ സ്വർണം പൂശാനായി കൊണ്ടുപോയത്. അന്നത് കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി തന്നെയായിരുന്നു. മാത്രവുമല്ല, ഈ തട്ടിപ്പ് നടന്ന അല്ലെങ്കിൽ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ പാളികളിൽ നിന്ന് സ്വർണം എക്സ്ട്രാക്ട് ചെയ്തെടുത്തു എന്ന് അന്വേഷണ സംഘം ഉറപ്പിക്കുന്ന ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ തന്നെയാണ് ഈ 2025 കൊണ്ടുപോയപ്പോൾ സ്വർണം പൂശിയതും. ഇക്കാര്യത്തിൽ PS പ്രശാന്ത് നേരിട്ട് ഇടപെട്ടയാളാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇടപെട്ട് നേരിട്ട് ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടു എന്നുള്ളതാണ് ആരോപണം. ഇവരെ കൂടാതെ നിലവിലെ തിരുവാഭരണം കമ്മീഷണർ, മറ്റു ഉദ്യോഗസ്ഥർ എന്നിവരുടെ മൊഴിയും ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2025 ഈ ഇടപാടിനെ കുറിച്ച് പ്രത്യേകം അന്വേഷിക്കുന്നുണ്ട് SIT എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ ഹൈക്കോടതി അതൊരു പ്രത്യേക കേസായി എടുക്കാൻ പറഞ്ഞാൽ, കേസെടുത്ത് അന്വേഷിക്കാൻ പറഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മറ്റൊരു FIR കൂടി വരും. ദിൽന. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.